Hey guys, welcome back to Motoholic 390. നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാൽ പോവാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, കൊടൈക്കനാൽ ചില്ല് ചെയ്തിട്ട് വരാം നമുക്ക്. നമ്മളിപ്പോൾ നിൽക്കണത് സമത്തൂർ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്, പൊള്ളാച്ചിക്ക് അടുത്ത്. ഇത് കൊടൈക്കനാലിലേക്കുള്ള ഒരു പുതിയ റൂട്ടാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ചെക്കിങ്ങുകളും നമുക്ക് ഒഴിവായിട്ട് നേരെ പളനിയിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റും. ഒരു കിടിലൻ റൂട്ട് എക്സ്പീരിയൻസ് ആണ്. ബാക്കി നമുക്ക് വ്ളോഗിൽ കാണാം. അപ്പം നമ്മൾ ടയറൊക്കെ മാറിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിരുന്നു ടയർ മാറി അന്ന് നൈറ്റ് നമ്മൾ കൊടൈക്കനാൽ പോകുന്നുള്ളൂ. ടയറിൻ്റെ ഒരു അഭിപ്രായം ഞാൻ ലൈനിൽ പറയാം. 2 ടയർ നമ്മുടെ സെറ്റാണ്. ഈ സ്ഥലം സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമത്തൂർ ദേവണൂർ പുത്തൂർ എന്ന് പറയും. ദേവണൂർ പുത്തൂർ കഴിഞ്ഞിട്ട് നമ്മൾ പളനി റോട്ടിലോട്ട് കയറുമ്പോൾ, അതായത് ത്രിമൂർത്തി ഹിൽസ് വഴി, ദേവണൂർ പുത്തൂരിൽ നിന്ന് ത്രിമൂർത്തി ഹിൽസ് വഴിയാണ് ഈ കാണുന്ന സ്പോട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വഴിയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇൻട്രോയിൽ പറഞ്ഞ പോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ചെക്കിങ്ങുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പോട്ട് ഞാൻ ജസ്റ്റ് എന്താ പറയുക ഇൻട്രോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. ആക്ച്വലി ഉള്ള വഴികൾ ഇത് രണ്ടുമാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഈ ലെഫ്റ്റിൽ നിന്ന് വരുന്ന വഴിയാണ് നമുക്ക് നാട്ടിൽ നിന്ന് വരുന്നത്. അതായത് നമ്മൾ സമത്തൂർ ദേവണൂർ പുത്തൂർ ആ വഴി. ഇത് വഴി നേരെ ഇങ്ങനെ പോകുന്നത് ത്രിമൂർത്തി ഹിൽസിലോട്ടാണ്. ഇത് നമ്മൾ ഈ വഴി നേരെ ഇങ്ങനെ പോയിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക പളനിയിലോട്ട് ഡയറക്റ്റ് പോയിട്ട് കയറാൻ പറ്റും. ഓക്കെ, ബാക്കി ഞാൻ കാണിച്ചു തരാം ലൈനിൽ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വഴിയുടെ പ്രത്യേകത അതാണ്. ഇപ്പോൾ നോർമലി നമ്മൾ കൊടൈക്കനാൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ തൃശ്ശൂർ ബേസ്ഡ് അല്ലെങ്കിൽ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൊടൈക്കനാൽ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പാലക്കാട് വരുന്നു. പാലക്കാട് നിന്ന് വന്നെങ്കിൽ നമ്മളിപ്പോൾ കോയമ്പത്തൂർ വഴി മലിമിച്ചാമ്പട്ടി ഇറങ്ങി അങ്ങനെ പോണവരുണ്ട്. അതർവൈസ് അതുമല്ലാതെ അറിയണ ആൾക്കാർ പോണ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കുംചേരി നിന്ന് റൈറ്റ് എടുത്ത് നമ്മുടെ നെന്മാറ വഴി പൊള്ളാച്ചി കയറി അങ്ങനെയാണ് നോർമലി പോവാറ്. പക്ഷേ ഇതൊന്നുമല്ലാതെ ഒരു കിടിലൻ റൂട്ടാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു കിറുക്കന്മാരുടെ ശല്യം വരില്ല. ഇപ്പോൾ ആ റൂട്ടിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാറിൽ പോയാലും ബൈക്കിൽ ഇപ്പോൾ എന്താ പറയുക ബൈക്കേഴ്സിനായാലും ആരായാലും നമ്മൾ അൺടൈമിലായാലും വെറുതെ പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ എന്താ പറയുക സമയം വെറുതെ വേസ്റ്റ് ആക്കുക എന്നുള്ള കുറേ സീനുകളുണ്ട്. അതേപോലെ തന്നെ അവരുടെ ആവശ്യം പൈസ വാങ്ങിക്കുക എന്നുള്ള സാധനം മാത്രമാണ്, ക്യാഷ് വാങ്ങിക്കുക. അത് 50 രൂപയിലും അവർക്ക് അത് കണ്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള വള്ളികളെല്ലാം ഒഴിവാക്കാനാണ് ഈ വഴി. ഈ വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീനുകളും വരില്ല, ഒരു ചൊറയില്ല. ഫുള്ള് ഗ്രാമങ്ങളിൽ ഇങ്ങനത്തെ കുറച്ച് ഹമ്പുകളുടെ പ്രശ്നങ്ങളുണ്ട്. ഫുള്ള് പിന്നെ നമ്മൾ ഗ്രാമം ടു ഗ്രാമം ആ കളിയാ. ഇങ്ങനെ നമ്മൾ പോയി വന്നിറങ്ങണത് പളനിയിൽ. അപ്പോൾ അത് അങ്ങനെ വന്നിറങ്ങുമ്പോഴുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊള്ളാച്ചിയിൽ നിന്ന് വിടുമ്പോൾ ഉടുമലയിലത്തെ ചെക്കിങ് അതൊക്കെ വള്ളി സീനാ. അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നിറങ്ങാൻ പറ്റും. പിന്നെ ആ കൂടെ നമുക്ക് കൊടൈ പോകുമ്പോഴുള്ള ചൊറ എന്താ പറയുക, ചുരം തുടങ്ങണ ആൾ മുന്നുള്ള ഇത് അമരാവതിത്തെ വെള്ളം തന്നെ വേറെ മൂട് ഫുള്ള്. അപ്പോൾ എന്താ പറയുക കൊടൈ താഴത്തുള്ള ചെക്കിങ് മാത്രമേ ഉള്ളൂ. അത് പിന്നെ എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ, മനസ്സിലായോ? അത് പിന്നെ സീനില്ല. മറ്റോടത്തുനിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വെറുതെ നമ്മളെ ടോർച്ചർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമോ. നമ്മുടെ അടുത്ത് എല്ലാ പേപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ചൊറ ഉണ്ടാക്കും. എന്നിട്ട് 50 രൂപ മേടിച്ചെടുക്കും. ഓക്കെ, പിന്നെ ഇതേ സെയിം വഴി തന്നെ നമുക്ക് മൂന്നാർക്ക് കയറാനും പറ്റും കേട്ടോ. മൂന്നാർക്ക് ഇവിടുന്നൊരു കട്ടുണ്ട്. ഐ തിങ്ക് അത് മറയൂർ വഴിയായിരിക്കണം. ആനമലൈ മറയൂർ വഴി ത്രിമൂർത്തി ഹിൽസ് റൈറ്റ്. അപ്പം മൂന്നാർക്കുള്ള ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ട് ഈ വഴി വന്നപ്പോൾ ഞാൻ ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴി വന്നപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ വഴി ആദ്യമായിട്ട് വരുമ്പോൾ നമുക്കറിയില്ലല്ലോ എന്താണ് എങ്ങനെയൊക്കെ പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ അവിടുത്തെ ലോക്കലാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വന്നാണ് ഈ വഴി. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ 380 ചില്ലറ കിലോമീറ്റർ പ്ലഗ് ആയില്ലേ. 380 ചില്ലറ ഇവിടെയാ. ഇവിടുന്ന് എങ്ങനെയാണ് മൂന്നാർ കയറാനുള്ള വഴി? അങ്ങനെ ഒരു വഴിയുണ്ട് ഇവിടെ. എനിക്ക് തോന്നണത് ആനമലൈ മറയൂര് വഴിയാണ്. പക്ഷെ ആ വഴി ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ പോയിട്ടുള്ളത് വേറൊരു വഴി കൂടിയാണ് പോയിട്ടുള്ളത്. ഞാൻ എന്തായാലും ആ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊക്കെ നോക്കിയേ, ഏതെങ്ങും പറമ്പില്ലേ. അതെ, ബ്ലാക്ക് സോയിലാണ് ഇവിടുത്തെ മണ്ണ്. വേറെ മൂടാ, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. ഇതൊക്കെ ഉണ്ടല്ലേ ക്രിസ്മസ് സംബന്ധമായിട്ട് നമുക്ക് കയറ്റിയതാണ്. കൊക്കനട്ട് സിറ്റി പൊള്ളു നോക്കി നിങ്ങൾ. ഏറെ സീന് ഇവിടുന്ന് വേണ്ടിയിട്ട് അറ്റം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എൻഡ് കാണാൻ പറ്റില്ല. അത്രയും തെങ്ങ കൈസ്.
ഏതാ തെങ്ങല്ലേ നട്ടു ചേട്ടപ്പോ സമയം ഓൾമോസ്റ്റ് ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കി ഇതിനുള്ളിലൊക്കെ നോക്കി ഏത് തണല് നോക്കി ശാന്തി സമാധാനം നോക്കി അറ്റം കാണില്ല ഇഷ്ടംമാര്. അത് വെച്ചിട്ടുള്ള അവരൊരു നീറ്റാണ്. തെങ്ങ് ചുമ്മാ അവിടെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുള്ളതല്ല, ഒരു സ്ട്രൈറ്റ് ലൈനിലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാരലൽ ലൈൻസിൽ ഇങ്ങനെ വെച്ച് പോയിക്കാണ്. അതുകൊണ്ട് തന്നെ നിൽക്കുന്നത് കാണാനും ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. ദ കോക്കനട്ട് സിറ്റി പൊള്ളാച്ചി. അതേപോലെ ഇതൊരു ഷോർട്ട് കട്ടാണ് ഗൈസ്. നേരെ പോയിട്ട് നമുക്ക് എനിക്ക് ഇറങ്ങി വരാം, പക്ഷെ ഇത് അറിയണവർക്ക് അറിയാം ഇതൊരു ഷോർട്ട് കട്ടാ. നമ്മളിങ്ങനെ കയറിയിട്ട് അപ്പുറത്തോട്ടി എത്തും. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ എത്തും, പക്ഷെ അതൊന്ന് കറങ്ങി പോകണം. ആ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് പോകാൻ. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ആയാലും പണ്ട് ഇതിവിടെ ആരും വന്നിടുന്നില്ല. പണ്ട് ഈ വഴി ഇങ്ങനെ ആയിരുന്നില്ല, ഫുള്ള് എന്താ പറയുക കോറിപ്പൊടി വിതറി ആ സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ ഇത് ആർക്കും അറിയണ്ടായിരുന്നില്ല, ഇത് എവിടേക്കുള്ള വഴിയൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാവരും ഇത് ഇങ്ങനെ വരുന്നു തോന്നുന്നു. ഗൂഗിൾ മാപ്പ് ഇത് ഈ വഴിയെ കാണിക്കണം തോന്നുന്നു. കണ്ടോ ഇവിടുന്ന് ലെഫ്റ്റ്. നമ്മൾ നേരെ പോയിരുന്നെങ്കിൽ ആ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങിയിട്ട് ഈ വഴി വരുമായിരുന്നു. ഓക്കെ, കോവൈ 79. ഞാൻ പറഞ്ഞില്ലേ മൂന്നാർ എന്നുള്ള ബോർഡ് എന്ന് പറഞ്ഞില്ലേ, കണ്ട 86 കിലോമീറ്റർ മൂന്നാർ. ഇതാണ് ഞാൻ പറഞ്ഞത്. രാത്രി നമ്മൾ കൊടൈക്കനാൽ പോയിക്കൊണ്ടിരിക്കാൻ വഴിയൊക്കെ ചോദിച്ചിങ്ങനെ പോവുക. ആദ്യമായിട്ട് പോകുന്ന വഴി കൊടൈക്കനാൽ പോവുക. ഇങ്ങനത്തെ ഒരു ഇന്റീരിയർ വഴി ഇങ്ങനെ നമ്മൾ അൺടൈമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ബോർഡ് മൂന്നാർ 80 സംതിങ് കിലോമീറ്റർ. പ്ലഗ് ആവാതിരിക്കുമോ? നമ്മളാണെങ്കിൽ അന്ധകാലം വരെ മൂന്നാർക്ക് അങ്കമാലി വഴി അല്ലാണ്ട് വേറെ വഴി പോയിട്ടില്ല. പിന്നെ മറ്റേ തേനി വഴി അങ്ങനെ കയറിയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ വഴി പോയിട്ടില്ല. പിന്നെ നമ്മൾ പ്ലഗ് ആവാതിരിക്കില്ലല്ലോ. ഞാൻ ഞെട്ടിയായി ഈ വഴിയൊക്കെ തെറ്റി നമ്മൾ വേറെ ഏതോ കാടിനുള്ളിലൂടെ കയറി ഞങ്ങളുടെ എത്തിയാന്നൊക്കെ ചിന്തിച്ചു പോയി. പിന്നെയാണ് മനസ്സിലായത് ഗൈസ്. കോഴി ഫാം നോക്കിയാ ഫുള്ള് കോഴി ഫാം. സുഗുണ ചിക്കൻ കേട്ടല്ലേ നിങ്ങൾ? സുഗുണ ചിക്കൻ നമ്മുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കഡ് ചിക്കൻ വരാറില്ലേ? അതായത് ഫുൾ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ വരാറില്ലേ? ആ സുഗുണ ചിക്കൻ അതിൻ്റെ ഫാമൊക്കെ ഇവിടെ ഉണ്ടോ? പൊള്ളാച്ചിയിലാണ് സുഗുണ ചിക്കൻ. ആക്ച്വലി ഇത് പൊള്ളാച്ചി അല്ല, ഇത് ഉടുമ്പൽപേട്ടിൻ്റെ ഒരു ഉൾസൈഡാണ്, ഉൾഗ്രാമമാണ്. ഓക്കെ, ഇവിടെയാണ് സുഗുണ ചിക്കൻ്റെ മെയിൻ ഫാമുകളും കാര്യങ്ങളെല്ലാം വരുന്നത്. പളനി എത്ര ആളൊന്നുണ്ടെന്ന് നോക്കിയേ. വേറൊരു കുഞ്ഞൊരു മല, അതിൻ്റെ മുകളിൽ അമ്പലോട്ടാണ് കുഞ്ഞു വളഞ്ഞ്. ചുമ്മാ പറഞ്ഞാണേ കുഞ്ഞു വളഞ്ഞെന്നല്ലേ. ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിലും കുറേ ഉണ്ടല്ലോ ഡോ, ഇതേപോലത്തെ കുറേ മലകളും അതിൻ്റെ മുകളിൽ അമ്പലവും കുറേ ഉണ്ട്. ഇതുപോലെ ഒരുപാടുണ്ട്. തലവര് പെരുമ്പള്ളൂർ വില്ലേജ് വൈബ്സ്. നമ്മൾ ഓൾമോസ്റ്റ് ഹൈവേയിൽ എത്താറായിട്ടുണ്ട് ഗൈസ്. ഓ ഏതാ പൾസർ? മോഡിഫൈഡ് പൾസർ. ഈ പമ്പിന്നൊക്കെ ഞങ്ങൾ പണ്ട് ഒമ്മിനി വാൻ ലൈഫ് കാലത്ത് പെട്രോൾ അടിച്ചിട്ടുണ്ട്. പെട്രോളിനെ ഒമ്മിനി ഒരു ഒമ്മിനി നടന്നു ഞങ്ങൾക്ക്. അയ്യോ, കൊടൈക്കനാൽ നമ്മുടെ പ്രോപ്പർട്ടി നടന്ന സമയത്ത് ഞങ്ങൾക്ക് ഒമ്മിനി നടന്നു. അയ്യോ സീൻ നടന്നു ഒമ്മിനിയിൽ. ഞങ്ങൾ വീക്കിലി ഒരു 2 times ഞങ്ങൾ കൊടൈക്കനാൽ കയറിയുണ്ടാവും. അതിൽ അത് ഗ്യാസ് ഉണ്ടായിരുന്നേ. എക്സ്പെൻസ് വളരെ ചീപ്പാണ് ഗ്യാസ് ഉള്ള കാരണം. നമ്മൾ ഗ്യാസ് ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങാം. ഇതാണ് ഗൈസ് അഴകാപുരി. എങ്ക இருக்குடா? நான் അഴകാപുരി இருக்குடா. ഈ അഴകാപുരി എന്നാണ് നമ്മൾ ഹൈവേയിലോട്ട് വന്ന് ചാടണത്. ഓക്കെ, ഇതാ കാണുന്നു ധാരാപുരം, ഉടുമൽപേട്ട, പളനി. ധാരാപുരം. ഇവിടുന്ന് നമുക്ക് റൈറ്റ്. അതെ, നോർമലി നിങ്ങൾ കൊടൈക്കനാൽ വരുമ്പോൾ ഈ വഴിയായിരിക്കും വരിക. ആ വഴിക്കാണ് എല്ലാ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ചെക്കിങ്ങുകളുണ്ട് അൺടൈമിൽ. ഇവിടെ നമ്മൾ ഇവിടുന്ന് വന്നിറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇനി പളനിക്ക്? ഒരു 5-6 അത്രയാണ് ഇനി പളനിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ വേറെ ഒരു ചൊറകളില്ല, വേറെ ചെക്കിങ്ങുകളില്ല. ബി സേഫ്. അതെ, ഇത് ഫ്യൂച്ചറിൽ ആവശ്യം വരുന്ന വഴിയായിരിക്കും. കാരണം ഇനിയിപ്പോൾ എന്താ പറയുക, റോഡ് നന്നാക്കിയിട്ടുള്ള കാരണം ടോളും കാര്യങ്ങളെല്ലാം വരും. ടോള് പോട്ടെ, ടോള് കൊടുക്കാന്നൊക്കെയാണ് നല്ല റോഡുള്ള. ഇപ്പോൾ
പക്ഷെ കിറുക്കന്മാരുടെ ശല്യം അതൊരു ശല്യം തന്നെ മക്കളെ. കേരള മധ്യ എങ്ങാനും വരവ് ചെയ്യാൻ പാടില്ല. എങ്ങാനും കേരള മധ്യൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ട് വെക്കി കഥം ഹോകയാ അവര് നമ്മളെ പിഴിഞ്ഞെടുക്കും. അപ്പൊ എന്തുകൊണ്ടും ഈ വഴി ബെറ്ററാണ്. അപ്പോ ഇതിന്റെ മാപ്പ്, അതായത് വരാള വഴിയുടെ കറക്റ്റ് റൂട്ട് മാപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കാം. അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ് ഇവിടുന്ന് റൈറ്റ് കണ്ടോ, നിങ്ങൾ വഴിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇത് കൊടൈക്കനാൽ പോകാനുള്ള റൈറ്റ്. ഇനി വീണ്ടും റൈറ്റ് എടുക്കേണ്ടത് പളനി അമ്പലത്തിന് മുന്നിൽ നിന്ന്. ഓക്കെ, നമ്മൾ ഡൈവേഷൻ എടുക്കാനുള്ള സ്ഥലം ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റിൽ കാണുന്നതാണ് പളനി അമ്പലം. ഞാൻ അറിയാലോ, എന്നാലും ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് ടേക്ക് ഫസ്റ്റ് റൈറ്റ്. ഓക്കെ, ദ വേ ടു കൊടൈക്കനാൽ ഹിൽസ് ആൻഡ് പെരുമാൾ മലൈ. ആണോ, റോട്ടിലത്തെ ഒരു വണ്ടികളില്ലാതെ നമ്മൾ നോക്കിയേ കൊടൈക്കനാൽ പെരുമാൾ മലൈ റൂട്ടിലെത്തി. ഇത് നമ്മുടെ നോർമലി ഉള്ള വഴി. അപ്പൊ ഏകദേശം ഈ വഴി ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കണു. ഒരു വള്ളികളില്ലാതെ നമ്മളിവിടെ എങ്ങനെ എത്തി എന്നുള്ളത് ഇനി പ്രോപ്പർ റൂട്ട് മാപ്പ് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ അങ്ങനെ ക്ലൈമറ്റൊക്കെ മൊത്തത്തിലൊന്ന് മാറിയിട്ടാ. ഇത്ര നേരം നമ്മൾ പഴുത്ത ചൂടുള്ള വന്നോണ്ടിരുന്നത്. പൊള്ളാച്ചി, പാലക്ഷേ, തമിഴ്നാടൻ വെയില് അടിച്ചിട്ടാണ് വന്നോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പളനി റൈറ്റ് എടുത്ത് കൊണ്ടേ പെരുമാൾ മല റൂട്ടിൽ കയറിയപ്പോ തന്നെ ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി. ഒരു തണുത്ത കാറ്റ് വീശി തുടങ്ങി. ഒരു ആശ്വാസം ഫീലാട്ടാ എൻ്റെ മോനെ. ആഹാ, കാറ്റിനൊരു തണവുണ്ട് ഗൈസ്, ഒരു സുഖം. ഈ സ്ഥലം അറിയില്ലേ, മാങ്ങയുടെ ഏരിയ ഉണ്ട് അവിടെ. രണ്ട് സൈഡും മാങ്ങ കൃഷിയാണ് ഫുള്ള്. അതും ബെഡാ മാങ്ങകൾ കിട്ടും മോനെ സീസണിൽ. ഈ ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു അക്കിരിക്കാറുണ്ട് ഒരു പെട്ടിക്കടയിട്ട്. അല്ല ഉപ്പ് മുളക് ഇട്ട് തരും. ഓ മോണെ, ഇതൊക്കെ അല്ലാണ്ടോ ഞാൻ ഉദ്ദേശിച്ച വേറെ കാക്കട കാര്യം പറഞ്ഞു ഞാൻ. ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് വാങ്ങണ്ടാവില്ല. ഇതാ ഈ അക്കയുടെ കാര്യം പറഞ്ഞേ, സീസൺ അല്ലാത്തതുകൊണ്ട് വാങ്ങില്ല. പക്ഷെ സീസൺ ടൈമിൽ മോനെ ഓ തേൻ തുള്ളി പോലത്തെ മാങ്ങ. അതിന് നല്ല ഉപ്പ് മുളക് ഇട്ട് തരുമ്പോണ്ടല്ലോ വായല് പറയുമ്പോ തന്നെ വെള്ളം വന്നു കഴിച്ചു. വേറെ മൂടാ. അത് ഇവരുടെ മാങ്ങയ്ക്ക് ഭയങ്കര ടേസ്റ്റാ. എന്തോ സാധനം ഇറുക്ക് കരിക്ക്. കൊടൈ ഹിൽസ് കാണുന്നുണ്ട് മക്കളെ. 1-1.5 വർഷത്തിന് ശേഷം തിരിച്ച് കൊടൈക്കനാലിലോട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു സമയം 2021, 2022, 2023 പകുതി വരെയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളിങ്ങനെ വീക്കിലൊരു 2 ടൈംസ് വന്നിരുന്ന സമയമാണ് കൊടൈക്കനാൽ. നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്ന സമയം അത് വേറെ സീനായിരുന്നു. അയ്യോ, ലൈഫായിരുന്നു അത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നിരുന്നത് ഞങ്ങൾ. ഏത് ഒരു മാസം ഞങ്ങൾ അങ്ങനെ പോയി ഒരു 10 വട്ടമെങ്കിലും കൊടൈക്കനാൽ വരും. അങ്ങനെ വന്നിരുന്നത് ഞങ്ങൾ. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇവിടേക്ക് വരാൻ പറ്റിയിട്ടില്ല പല സാഹചര്യങ്ങൾ മൂലം. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ബാക്ക് ടു കൊടൈ. അതൊരു വല്ലാത്ത ഫീലാണ് കഴിച്ച്. ആ തണവ് ഇവിടെ തന്നെ അടിക്കുമ്പോഴല്ലോ മനസ്സിന് ഒരു സന്തോഷ. ഓ ഏതത്താണല്ലേ മരങ്ങള്. തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത ഞാണ്ടാ, ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിക്കണ ഏഷ്യയില് ഏത് റോഡ് സൈഡ് ഒരു വേറെ മൂടാ. നല്ല തണലും നല്ല രസമാണ്. പിന്നെ ടയറിന്റെ കേസ് പറയാൻ പറഞ്ഞോട്ടോ. ടയർ ആക്ച്വലി ഞാനത് ഇട്ടിട്ട് ജസ്റ്റ് അപ്പ ഓടിച്ച ഒരു ഇതുണ്ടല്ലോ ഫസ്റ്റ് സാധനം. അപ്പൊ എനിക്ക് വിചാരിച്ചു ടയർ എന്താ ഇങ്ങനെ
ഒരു ബാഡ് ഇമ്പ്രഷൻ കിട്ടിയേ. പക്ഷെ മോനെ ഈ സാധനം ഓടിച്ചു കഴിഞ്ഞ് കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇത് വേറെ മൂടാണ്. മാക്സിസ് വേറെ മൂടാണ്. കോർണർ അടിക്കാനും ഒക്കെ, ഹൈവേ ക്രൂസിങ് ആയാലും ഒക്കെ, എല്ലാത്തിനും അത്യാവശ്യം ബ്രേക്കിങ്ങും കാര്യങ്ങളെല്ലാം പക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ടയർ കേട്ടോ. നമുക്ക് അത്യാവശ്യം കോൺഫിഡൻസ് തരുന്നുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. നല്ലൊരു ടയറാണ്. ഫസ്റ്റ് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ പഴയ ടയർ ഇട്ട് ഓടിച്ചിട്ട് പുതിയതിലോട്ട് വന്നപ്പോൾ ആ ഒരു റോഡിൽ ടയർ ടച്ച് ചെയ്യണ ഒരു സാധനത്തിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ആയിരിക്കാം. പക്ഷേ ഇത് ഒന്ന് ഓടിച്ച് ഞങ്ങളിപ്പോൾ നല്ല നൈറ്റ് പൊള്ളാച്ചി ഇന്നത്തേക്ക് നമ്മൾ കൊടൈക്കനാൽ പോയിക്കൊണ്ടിരിക്കണം. ഇത്ര നേരം ഓടിച്ച് ഞാൻ തന്നെ ഓടിച്ചപ്പോഴൊക്കെ എനിക്ക് ഇത് കൊള്ളാലോ, ഓരോ കോർണർ എടുക്കുമ്പോഴും ഇത് കൊള്ളാലോ, ടയർ വലിയ സീനില്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലത്തെ സീനൊന്നും ഇല്ലല്ലോ, അത്യാവശ്യം കോൺഫിഡൻറ്റ് തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡായി. ഇനിയിപ്പോൾ കൊടൈച്ചുരങ്ങളിൽ നോക്കാം നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന്. ശരിക്കും അപ്പ് ഇല്ലാട്ടും നല്ലത് കോർണർ ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഡൗൺ ഇല്ല, അത് വേറെ മൂടാം. അത് ഈ വണ്ടി സംബന്ധിച്ചിട്ടാ. എൻ്റെ കയ്യിൽ നമ്മുടെ പഴയ RC390 ആണെന്നുണ്ട് വെച്ചിങ്ങനെ അപ്പ് ഇല്ല ഞാൻ മൂട് കൈ കൊട്ടിക്കുമ്പോൾ ഉണ്ട് വീലിൽ പവർ കിട്ടല്ലേ. ഇത് അങ്ങനെയല്ലല്ലോ, ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കളടി ഏത് പൂടിച്ചാൽ പൂടിടാ. சரியில்லല്ലോ. ஓகே ஓகே. அப்ளை பண்ணி கொடுத்தா நீங்க ஓடி போயிட்டே இருக்கலாம். எங்கேயும் நிப்பாட்டாதீங்க. சைக்கிள் கிடக்கல. ட்ரை பண்ணி. மொபைல் நம்பர் சொல்லுங்க. 999 59 Your name? Akshay Suresh. Suresh. Yeah. Akshay. Suresh. SHAY SU. எத்தனை போ? New Year அப்புறம். என் ஓன் ப்ராப்பர்ட்டி இருக்காங்க. തൃശ്ശൂർ. സ്ക്രീൻഷോട്ട് കാണിച്ച് സാറ്റ് എൻട്രി പോട്ടോ. ഓക്കെ ഓക്കെ. സ്ക്രീൻഷോട്ട് അടച്ച് വണ്ടിന്റെ ഇത് എത്ര ചെയ്യാം? വണ്ടിന്റെ ഇയർ ഏതാ വിളിക്കുക? വണ്ടിന്റെ ഇയർ എത്ര? വണ്ടി ഏതാ മോഡല്? കട എടുക്കാം. അങ്ങനെ നമ്മൾ കൊടൈ ചെക്ക് പോസ്റ്റിലെ സീനുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ മല കയറാൻ തുടങ്ങുകയാണ് ഗൈസ്. ചെക്ക് പോസ്റ്റിലാകെ ചോദിച്ചത് ഈ പാസ് ഉണ്ടോ എന്ന് മാത്രമാണ്. ഈ പാസ് അവരെന്നെ എടുത്ത് തന്നു. വേറെ സീനുകളൊന്നും ഉണ്ടായില്ല, കാരണം ക്യാമറ ഓണായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും ചോദിക്കാനും പറ്റിയില്ല, ഒന്നും പറയാനും പറ്റിയില്ല. ക്യാമറ ഓൺ ആയതുകൊണ്ട് അവർ കാണുകയും ചെയ്തു ക്യാമറ ഓൺ ആയിട്ടിരിക്കണത്. ഒരു പൊക്കോ വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള മൂഡ് അതല്ലേ. ഓ കയറ്റം തുടങ്ങി മക്കളെ. ഇത്ര കാലത്തിന് ശേഷാന്നറിയോ. അത് ഈ കോയമ്പത്തൂർ പഠിച്ച പിള്ളേരുകൾക്കറിയാം. ഏറ്റവും കൂടുതൽ അവർ പോയിട്ടുണ്ടായിരിക്കുക കൊടൈക്കനാൽ മൂട്ടിയായിരിക്കും. അതൊരു ഫീൽ തന്നെയാണ്. പഠിക്കണ സമയത്ത് നമ്മൾ കൊടൈക്കനാൽ നമ്മുടെ റൂംമേറ്റ്സിൻ്റെ ഒപ്പം വെറുതെ ഇരുന്നിരിപ്പിൽ ഇങ്ങനെ വരുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ മൂടാണ്. ഇത് നമ്മുടെ ദൈവം
പണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുമ്പോൾ അവിടെ ചന്ദനത്തിരി അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും കത്തിച്ചിട്ടേക്ക് വരാറുള്ളൂ. ഫസ്റ്റ് ഹാപ്പിൻ ബെൻസ്. യെസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഫുള്ള് വണ്ടികളോ, നല്ല തിരക്കുണ്ട് തോന്നുന്നുണ്ട്. ക്രിസ്മസ് ആണല്ലോ നാളെ, അതുകൊണ്ട് നല്ല തിരക്കുണ്ട് തോന്നുന്നുണ്ട്. കൊറേ വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ട്, ലോട്ട് വണ്ടികൾ കയറി പോണുണ്ട്. അയ്യോ അയ്യോ, ചെറിയ തണവൊക്കെ അടിച്ചു തുടങ്ങിട്ടോ. ശരിക്കും പളനിന്ന് കൊടൈക്കനാല് നമ്മുടെ ടോപ്പ് വരെ ശരിക്കും 60 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. എൻ്റെ ഞാൻ പോയിട്ടുള്ള ഹിൽ സ്റ്റേഷനിൽ വെച്ചിട്ട് ഏറ്റവും ദൈർഘ്യം മീൻസ് ലോങ് ഡിസ്റ്റൻസ് കൂടിയിട്ടുള്ള ഒരു ഹാപ്പി ബെൻസും ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനും കൊടൈക്കനാലാണ്. ഊട്ടിന്ന് ഇത്രയും ലോങ് ഇല്ല, താഴ്ത്തുനിന്ന് ഇപ്പം മേട്ടുപാളയത്തുനിന്ന് ഊട്ടിന് മുകളിലോട്ട് ഇത്രയും ലോങ് ഇല്ല. 60 കിലോമീറ്റർ ഒന്നും നമുക്കില്ല. അത് കൊടൈക്കനാലുള്ള മക്കളെ. ആ പളനി ടു കൊടൈ 60 കിലോമീറ്റർ കെട്ടൊക്കെയാണ് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ചുരം. വേറെ മൂട് തന്നെ. നമ്മള് പെരുമാൾ മലയൊക്കെ എത്താറായിട്ടാ ഗൈസ്. കുറച്ചുകൂടി കയറി കഴിഞ്ഞാണല്ലോ ഈ മലയുടെ വക്കിലായിട്ട്. അറിയില്ല, മഴ തൂളിനെ പണിപാളും. ഈ മലയുടെ മുകളിൽ വക്കീലായിട്ടൊരു ടീ ഷോപ്പ് ഉണ്ട് ഗൈസ്. ആ ടീ ഷോപ്പിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അയ്യോ വേറെ സീൻ വ്യൂ ആണ്. നിങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ജസ്റ്റ് ആ ഒരു ടീ ഷോപ്പിലൊന്ന് കയറി നോക്കട്ടോ. ഞാൻ കാണിച്ചു തരാം ടീ ഷോപ്പ് ഏതാന്നുള്ളത്. ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇവിടുന്ന് ഇതിന്റെ മണ്ടയ്ക്കാണ്, ഈ മലയുടെ മണ്ടയ്ക്ക്. അത് വക്കത്തായിട്ട് നമ്മൾ ചായ കുടിക്കാനിരിക്കണത്, അടിയിലൊന്നുമില്ല. നേരെ കാണുന്നത് കിട്ടില്ല വ്യൂ പോയിന്റ്. അതുപോലത്തെ ഒരു ചായ സ്പോട്ട് ഉണ്ട് അവിടെ, ഞാൻ കാണിച്ചു തരാം. തണവൊക്കെ ആയി തുടങ്ങിട്ടോ, അത്യാവശ്യം നല്ല തണവും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ടൈം ഓൾമോസ്റ്റ് 3:30 to 4 ആവാനായിട്ടുണ്ട്. എന്തായാലും നൈസ് ചിൽ ക്ലൈമറ്റ് ആണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, ക്രിസ്മസ് ആയതുകൊണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ട്. പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ ബാരിഗാർഡ്സ് ഒക്കെ, ബാരിഗാർഡ്സ് അല്ല ഈ സേഫ്റ്റി ഗാർഡ്സ്, ഇതൊക്കെ ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഐ തിങ്ക് ഞാൻ സൗണ്ട് പറഞ്ഞോ. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ വന്നിട്ടൊരു 1.5 years ആയി തോന്നുന്നു. പക്ഷെ അന്ന് ഞാൻ വരുമ്പോഴൊന്നും അതില്ല, അതൊക്കെ ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ളൂ. പച്ചക്കണായി മങ്ങിത്താഴെ മണ്ണീരോഗം സഞ്ചാരിക്കാറ്റായി കൂമ്പാറ 50 BL ഷെഡ്. ഓ ഇവിടുന്നൊക്കെയുള്ള വ്യൂ ഏതാ സീൻ നോക്കിയേ, ഏതാ മൂഡ് നോക്കിയേ, വേറെ സീനാണ്. കൊടൈക്കനാല് വേറെ മൂഡാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം കൊടൈക്കനാലാ. അടിപൊളിയല്ലേ, ഡ്രൈവ് ചെയ്യാനാണ്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കാണുന്നതിനും കൂടുതൽ ഇപ്പോഴാണ് സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഇതിന് മുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ വണ്ടി ഓടിക്കുക, നല്ല കോർണേഴ്സൊക്കെ ഇങ്ങനെ ഇടുക. അയ്യോ ഇതൊക്കെയാണ് നമ്മുടെ മറ്റു സാധനം ഇത്. അപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം കൊടൈക്കനാലാ. 60 കിലോമീറ്റർ എടുക്കണം നമുക്കിങ്ങനെ മുട്ടറിയാൻ വേണ്ടി, മനസ്സിലായോ? അത് കാരണം ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ ഇവിടുത്തെ സ്പോട്ടുകൾ എല്ലാം വേറെ മൂടുകളാണ്. പിന്നെ മഷ്റൂംസ് അത് ഇവിടെ തന്നെ വരണം ഗൈസ്. ക്രീം പൊട്ടിക്കാൻ മണാലി പോകണം, പാർട്ടി പൊട്ടിക്കാൻ ഗോവ പോകണം, മഷിടണമെങ്കിൽ കൊടൈക്കനാൽ തന്നെ വരണം ഗൈസ്. അത് വേറെ സീനാ. ഇവിടെ അത് വേറെ വഴികളില്ല. എന്താണ് കൊടൈക്കനാൽ. ജ്വാലയാകും ഭൂമി. യെസ് ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒടുക്കത്തെ വ്യൂ ഉള്ള ചായക്കട. അയ്യോ റിവ്യൂ കാണല്ലോ, വ്യൂ അടച്ചിട്ടേക്ക.
ഇതാണ് ആ ഒടുക്കത്തെ വ്യൂ ഉള്ള ചായക്കട ഗൈസ്. പക്ഷെ അവിടെ അടച്ചിട്ടേക്കാണ്. പുതിയ ഷോപ്പുകളൊക്കെ വന്നു. ഇതൊന്നും ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ബില്ല് ഗൈസ്. കഴിഞ്ഞ മുന്നത്തെ കൊല്ലം. ഇതാണ് ആ ചായക്കട. ഞാൻ എന്തായാലും നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. നമ്മളത് അവരെ കൊണ്ട് പറഞ്ഞിട്ട് തുറപ്പിച്ചുട്ടാ. ഞാൻ കാണിച്ചു തരാം ഈ ചായക്കടത്തെ വ്യൂ. വേറെ സീൻ വ്യൂ ആണ് ഗൈസ്. ഓക്കെ, വേറെ മൂടല്ലേ ഈ വ്യൂ. ഇത് അവിടെ ഇരുന്ന് കാണണം. അവിടെ ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ മലയും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതാണ് ആ ചായക്കട ഗൈസ്. ഓക്കെ, കാര്യം മറക്കണ്ട. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ റൂട്ട് വരുമ്പോൾ കൊണ്ടേ വരുമ്പോൾ ഈ ചായക്കട ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്ക്. വേറെ മൂഡ് വ്യൂ ആണ്. നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റേ പളനി മജസ്റ്റിക് ടെമ്പിൾ വ്യൂ പോയിന്റ് ആണ്. ഇതാണ് ആ ഷോപ്പ്. ഓക്കെ, കാണിച്ചു തരാം അവിടുത്തെ വ്യൂ. ഓക്കെ, നമ്മളിതാ വ്യൂ ഒക്കെ ഉള്ള ചായക്കടയിലൊക്കെ ഇറങ്ങി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇപ്പൊ അടുത്തെത്താൻ പോണത് പെരുമാൾ മല. നമ്മുടെ കൊടൈക്കനാലിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പകുതിക്ക് എത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതാണ് കൊടൈക്കനാൽ ടു പളനീന് നടുക്കുള്ള സ്ഥലം. അതാണ് പെരുമാൾ മല. എത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. യെസ്, ഇതാ കാണാണ് പെരുമാൾ മല. ഓ, ഇവിടെ കോടയൊന്നുമില്ല. ഇതാണ് ഗൈസ് പെരുമാൾ മല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് കൊടൈക്കനാൽ എത്താറായിട്ടോ. നമ്മൾ ആ വാട്ടർഫോൾസുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ടോളൊക്കെ കൊടുക്കണ ഒരു ടോൾ ബൂത്ത് കണ്ടിട്ടില്ല കയറി പോകുമ്പോൾ. അവിടെയൊക്കെ എത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. നല്ല തണവുണ്ട് കേട്ടോ. സമയം അധികം ആയിട്ടില്ല, 5 മണിക്ക് ആയിട്ടുള്ളൂ. പക്ഷേ വല്ലാത്ത ചായ തണവാണ് ഗൈസ്. ടൈം അതാണല്ലോ, ഡിസംബർ. ഓ, രക്ഷില്ലാത്തതാണെന്ന് പറഞ്ഞാൽ രക്ഷില്ലാത്തതാണത്. അതുപോലെ തന്നെ ക്രൗഡാണ് ഗൈസ്. നല്ല ക്രൗഡുണ്ട്. ക്രിസ്മസ് വെക്കേഷൻ എല്ലാം ആണല്ലോ, അതായിരിക്കും. നല്ല ക്രൗഡാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എവിടെ പോയാലും ശ്രദ്ധിക്കണതാണ്. ഒട്ടുമിക്ക ഏത് ഹിൽ സ്റ്റേഷനിൽ പോയാലും തൃശ്ശൂരുകാരുടെ വണ്ടി അവിടെ ഉണ്ടായിരിക്കും. KL8, KL47, KL48, KL46, അങ്ങനെ കുറച്ച് വണ്ടികൾ കാര്യത്തില്. ഞാനിപ്പോൾ ഈ കൊടൈക്കനാൽ വന്ന ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ വണ്ടി കണ്ടുണ്ടായിരിക്കുക KL8 ബേസ്ഡ് ആയിരിക്കും. തൃശ്ശൂർ ജില്ലാ ബേസ്ഡ് വണ്ടികളാണ് ഏറ്റവും കൂടുതൽ. KL8, KL46, KL48, അങ്ങനെ ഫുള്ള് തൃശ്ശൂർകാർ വേറെ സീനാവുന്നുണ്ട് കേട്ടോ. ശില്പങ്ങൾ. പിന്നെ അത് മാത്രമല്ല, കൊടൈക്കനാൽ ഏറ്റവും കൂടുതൽ റിസോർട്ട്സും കാര്യങ്ങളും മറ്റേ ഹട്ട് സെറ്റപ്പുകളെല്ലാം ഉള്ളത് ഏറ്റവും കൂടുതൽ തൃശ്ശൂരാണ്. എല്ലാത്തിൻ്റെ ഫൗണ്ടേഴ്സ് തൃശ്ശൂരാ ഒട്ടുമിക്ക. അതായത് ഇപ്പോൾ ഒരു 100% ഒരു 85% പ്രോപ്പർട്ടീസും ഇരിക്കണത് മലയാളീസിൻ്റെ അല്ല. അത് തന്നെ ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂരാ. തൃശ്ശൂർ വേറെ മൂടാണ് കഴിച്ച്. ശില്പങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ ടോള്. ഞങ്ങളുടെ ടോളൊന്നും കൊടുക്കേണ്ട, അത് ഇവരടിച്ചിട്ടൊക്കെ പോയിട്ടോ അന്തകാലം. ടോളും വേണ്ട, ഒരു താങ്ക്യം വേണ്ട. നമുക്ക് റൂംസ് ആയിരിക്കും. ഹമ്പൊക്കെ എടുത്തു കളഞ്ഞല്ലോ. കൊടൈക്കനാലിൽ മഴ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഈ വെള്ളച്ചാട്ടം നോക്കി അറിയാൻ പറ്റും കഴിച്ച്. നല്ല വെള്ളമുണ്ട്. നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ സമൃദ്ധി വെള്ളമുണ്ട്.
വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്ന് ഇറങ്ങിട്ടാ. അഗെയിൻ ഹെഡിങ് ടു കൊടൈ. പിന്നൊരു പ്ലസ് പോയിന്റ് അല്ല, എന്തെങ്കിലും എമർജൻസി ബാത്റൂം സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തമിഴ്നാട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഹൈജീനിക് അല്ലാത്ത ബാത്റൂംസാണ് നമുക്ക് നോർമലി കിട്ടാറ്. പക്ഷെ ഇങ്ങോട്ട് കൊടൈ വരുമ്പോൾ ഈ വാട്ടർഫോൾസ് ഉണ്ടല്ലോ, ഈ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് നേരെ കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇന്ത്യൻ ഓയിൽ കാണാൻ പറ്റും. ഞാൻ കാണുന്ന ഇന്ത്യൻ ഓയിൽ പമ്പ്. ഈ പമ്പിൻ്റെ ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഗൈസ്. ഇപ്പോൾ ഫാമിലിക്കായാലും ലേഡീസിനായാലും നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ബാത്റൂമാണ് ഇവിടെ കാണുന്നത്. അത് നമുക്ക് പബ്ലിക്കിന് യൂസ് ചെയ്യാം. അവർ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ബാത്റൂമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ വരുമ്പോൾ അവിടെ യൂസ് ചെയ്യാറുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. യു ക്യാൻ യൂസ് ദ ടോയ്ലറ്റ്. നമ്മളിഞ്ഞി പോയി കയറുന്ന സ്ഥലത്തിൻ്റെ പേര് ഭയങ്കര രസമാട്ടാ, മൂഞ്ചിക്കൽ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ വന്ന് കയറുന്ന സ്ഥലത്തിൻ്റെ പേര് മൂഞ്ചിക്കൽ എന്ന് കാണാൻ പറ്റും. മൂഞ്ചിക്കൽ സെന്ററിൽ നിന്നാണ് നമ്മൾ വീണ്ടും തിരിഞ്ഞു പോണത്. കാറ്റിൽ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു കിടിലൻ ഷോർട്ട് കട്ട്. അത് നേരെ കയറി പോയിട്ട് കൊടൈക്കനാൽ സെൻട്രൽ പോയി ഇറങ്ങും. കിടിലൻ ഷോർട്ട് കട്ട് അത്. നമുക്ക് ഇവിടെ നേരെ സെൻട്രലിലേക്ക് പോയി, അതായത് കൊടൈ സെൻട്രലിൽ പോയി ലേക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് കളക്ഷൻ പിടിച്ച് നല്ല തിരക്കാണ്. മലയാളീസിൻ്റെ ഒഴുക്കാണ് ക്രിസ്മസ് ആയതുകൊണ്ട്. അതുകൊണ്ട് ലേക്കിൻ്റെ അവിടെയൊക്കെ നല്ല ഫുൾ ആൾക്കാരായിരിക്കും. നമുക്ക് അവിടേക്ക് പോയി നൈസ് കളക്ഷനൊക്കെ പിടിച്ച് 2-3 ഷോട്ട്സൊക്കെ എടുത്ത് നേരെ റൂമിൽ വിടാം. എന്നിട്ട് നമ്മൾ നാളെ കാലയിലെ പൂമ്പാറയ്ക്ക് പോകുന്നത്. നാളെ സായങ്കാലം ആകുന്നതിന് മുന്നേ നമ്മൾ പൂമ്പാറയിൽ എത്തിയിടും, നമ്മ പ്രോപ്പർട്ടിയിൽ എത്തിയിടും. അപ്പം ഇവിടെ ഫുള്ള് പൂവ് തെറിയുണ്ടല്ലോ, എന്ത് പരിപാടി നടന്നുണ്ട്. ആരോ മരിച്ചിട്ടുണ്ട്, മറ്റേ ഡങ്കണക്ക മരിച്ചു കഴിഞ്ഞാൽ ആ മൂടനോടെ ആരോ മരിച്ചിട്ടുണ്ട്. പരിപാടി കൊണ്ടുപോയിട്ട് വരും. ഓ കൊടൈക്കനാൽ കോടை ഇருக்கு മച്ചാ. നല്ല തണവുണ്ട് ഇവിടെ. കൈയൊക്കെ മരവിച്ചു. ഗ്ലൗ ഒന്നും എടുത്തിട്ടില്ല ഞാൻ. ഡിസംബറാണ്, ഗ്ലൗ എടുക്കണമായിരുന്നു. ഐ തിങ്ക് വി ആർ. ഓ നല്ല അത്യാവശ്യം നല്ലൊരു ഫോഗി ക്ലൈമറ്റ് ഉണ്ടോ ഗൈസ്. നല്ല തണവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണവുണ്ട്. ആ ഞാൻ പറഞ്ഞില്ലേ മരിച്ച പരിപാടി പോണ്ടെന്ന് പറഞ്ഞില്ലേ. മരിച്ച കഴിഞ്ഞാണോ എന്തോ ഡെത്തല്ലത്. ആ ഞാൻ പറഞ്ഞില്ലേ മരിച്ച പരിപാടിയാ. ഒരാഘോഷം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആളെ ഹാപ്പി ആക്കിയിട്ട് സ്വർഗത്തേക്ക് അയക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവർ ചെയ്യണത്. കൊട്ടൊന്നുമില്ലല്ലോ കണ്ടോ, ആംബുലൻസിൽ പൂവൊക്കെ ഇട്ട്. പക്ഷെ ഇങ്ങനെയല്ല അത് ചെയ്യാറ്. കറക്റ്റ് ഇന്റീരിയർ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിയാണല്ലോ. നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ടക്കര ആ സാമൂടാണ് പൊള്ളാച്ചിയിലെ കാണാറുണ്ട് നമ്മളത്. ഇവർക്ക് കൊട്ടും പാട്ടൊന്നുമില്ല, ശാന്തിയായിട്ടാണ് പോണത്. മോനെ കൊടൈ നോക്കി ഏതാ സീന്. മുകളിലൊക്കെ നോക്കി ഒരു സാധനം കാണാനില്ല. അമ്മാരി ഫോഗ്, നല്ല സൺലൈറ്റ് അടിക്കണോണ്ടേ ഗ്ലേഷ്യർ ഫീൽ ചെയ്യണ്. മൂഞ്ചിക്കൽ എത്തി ഗൈസ്, മൂഞ്ചിക്കൽ. കാറ്റ് തണവേ. തിലോത്തമ. ഇതല്ലേ മൂഞ്ചിക്കൽ. ഇതാണ് ഞാൻ പറഞ്ഞ മൂഞ്ചിക്കൽ. നമ്മള് കൊടയെത്തി. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മളാണ്ട് കയറി കഴിഞ്ഞാൽ ലേക്ക് വൈബ് കാര്യങ്ങളൊക്കെ എത്തി. അതെ, ഇവിടുന്ന് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു 35 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. കൊടൈക്കനാൽ സെന്റർ.
ഒരു പുലർച്ച 3 മണി 4:30 നമ്മൾ ഇവിടെ എത്തണം, റീച്ച് ആവണം. അയ്യോ നമ്മുടെ കൈയൊക്കെ ഐസായി ഉണ്ടാവും. MGRന്റെ ഡേ ആട്ടാ, MGR മരിച്ച ദിവസം. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഷോർട്ട് കട്ട് ഈ വഴിയിലൊന്ന് കയറും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സെൻറ്ററിൽ എത്തുന്നുള്ളൂ, അത് ആ വഴിയിലൊന്ന് കയറും. MGRന്റെ ബർത്ത്ഡേ വന്നു, അല്ലെങ്കിൽ മരിച്ച ഡേ വന്നു. ഫുൾ MGRന്റെ ഫോട്ടോസാണ് എല്ലായിടത്തും, എല്ലാ സെൻറ്ററിലും ഉണ്ട്. ലേക്കിൻ്റെ അവിടെയൊക്കെ നടക്കുമ്പോണ്ടല്ലോ കണക്ഷൻ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും. മീൻസ് കൊടൈക്കനാൽ വേറെ കണക്ഷൻസ് ഒന്നും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് വരിക, മഷി കളക്ട് ചെയ്യുക, ഇവിടെ തന്നെ ഇട്ടിട്ട് ലൈക്കിൻ്റെ ചുറ്റും പൊട്ടനായിട്ട് നടക്കണം. കുറെ ടീംസിന് നമുക്ക് കാണാൻ പറ്റും. അയ്യോ എന്തോരം വരാൻ ലേക്കിൻ്റെ അവിടെ ചുമ്മാ മഷി വിട്ടിട്ടേ ലേക്കിൻ്റെ അവിടെ പൊട്ടം കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും. നല്ല പല സ്പോട്ടുകളൊക്കെ ഉണ്ട്, നല്ല സബർജിനി തോട്ടങ്ങളൊക്കെ ഉണ്ട്. അത് കണക്ഷൻ ഇല്ലാത്തവരാണ്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അവർക്ക്. അപ്പോൾ ഇവർ ഇവിടുന്ന് കണക്ട് ആവണേ, അവിടുന്ന് സാധനം കണക്ട് ചെയ്യുക, ലേക്കിൻ്റെ അവിടെ ഇടുക, കുറച്ച് കോടയും കൊണ്ട് നടക്കുക. നമുക്കിത് അറിയണം. ഓ നല്ല സൺലൈറ്റ് ഉണ്ടല്ലോ, നമുക്കിത് അറിയണതുകൊണ്ടേ നമ്മൾ ഇവരെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വേണ്ടിയില്ലോ അതേലെ അടിച്ചേ കൊഞ്ചായിട്ടേ. ബോലിവറ മാമൻ ചെറുതായിട്ടൊന്ന് വെച്ചെന്നാണോ? ഏതാ അവിടെ സീൻ? ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കൊടൈ ലേക്കിൽ വേറെ സാധനമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഈ സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. കാണുന്നുണ്ടോ? നല്ല സൺലൈറ്റ് അടിക്കണേ, കാണാണ്ടാണോ എന്തോ. ഓ അത് പൊളിച്ചു. ഇപ്പൊ ബോട്ടിങ് ഞാൻ അടിപൊളിയായിരിക്കും. അതിന്റെ അടിയിലൊക്കെ പോയി ബോട്ടിങ് ചെയ്ത് രസമായിരിക്കും ഗൈസ്. നല്ല തിരക്കുണ്ടല്ലോ അല്ലേ? ചെറിയ മോശം പോവല്ല, റൗണ്ട് അടിക്കണ്ട. റൗണ്ട് അടിച്ചപ്പോ എത്തില്ല. നല്ല തിരക്കുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കളക്ഷണ്ട് മോടെ. നല്ല കളക്ഷണ്ട്. അങ്ങനെ അത് സ്പോട്ടിഫൈ അല്ലേ? അതാ നല്ല തിരക്കുണ്ട് കേട്ടോ. Stuck on your favorite jam on repeat? Don't let ads get in the way. Get 3 months of premium for just $59. ഓ ഇവിടൊക്കെ ഈ സാധനമൊക്കെ മാറ്റിട്ടോ കണ്ടോ? ഇതൊക്കെ മാറ്റി. ഇതൊന്നും ഉണ്ടായിരുന്നില്ല മുന്നേ. ചെറിയ ഒരു സ്റ്റീൽ കമ്പി നടന്നു ഗൈസ്. 1.5 വർഷം മുന്നേ അങ്ങനെ നടന്നു. അത്യാവശ്യം നല്ല പുരോഗമനം ഉണ്ടായിട്ടോ. അതെ അതെ അതെ. എന്ത് തിരക്കാണോ ഇവിടെ, ഫുള്ള് വണ്ടിയല്ലോ. ലേക്ക് വൈബ്. പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഈ ഒരു സ്പോട്ടിലായിട്ട് നമുക്ക് നൈസായിട്ട് ഇറങ്ങാനും കാര്യങ്ങളൊക്കെ പറ്റണേ. നിങ്ങൾ പണ്ട് ഇവിടെ എവിടെയൊക്കെ ഇരുന്നിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കൊടൈ ലേക്ക്. ഒരു സമയത്ത് വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പോൾ ഡിസംബർ മന്തിൽ നമ്മളൊരു 7:30 to 8:30 ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഈ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ മഞ്ഞതായി ഫോഗ്, കട്ട ഫോഗ് ഇങ്ങനെ നിരന്ന് കിടക്കണം, നമുക്ക് കാണാൻ പറ്റും ഗൈസ്. അത്രയും രസമായിരിക്കും ഇത്, ഭയങ്കര രസമാണ് കാണാൻ. അപ്പം അങ്ങനെ അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ റൈഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബാക്കി പരിപാടികൾ ഇനി നാളത്തെ റൈഡ് പൂമ്പാറയൊക്കെയാണ്. പിന്നെ അവിടുന്ന് കാവുഞ്ചി, ക്ലാവര, അങ്ങനെ കൊടൈക്കനാൽ ഒട്ടുമിക്ക സ്പോട്ടുകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. കരുണാശാൻ ഇങ്ങനെയാണ് മറ്റേ സ്ഥലം കുമ്പൂരുള്ളത്, നമ്മൾ പോയിട്ടുണ്ട്. അതായത് ബാക്കില് ഞാൻ നമ്മുടെ ആൾക്കാരല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സബ് ചെയ്യുക, ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. ദിസ് ഇസ് ബോട്ടോഹോളിക് 390. ബൈ.